റേഡിയോ ലൈറ്റിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് മതിലുകളിലും ഭിത്തിയിലും ഗാർഡനിലും വാക്ക് വേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോളാർ പവേർഡ് വാൾ ലാമ്പുമായിട്ടാണ്. ഇതിലൊരു ബാറ്ററി വരുന്നുണ്ട്. സോളാർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബാറ്ററി ചാർജ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലൈനൊന്നും വലിക്കാതെ അല്ലെങ്കിൽ കറണ്ടിന്റെ യാതൊരു സഹായവും ഇല്ലാതെ നമുക്ക് ഈ ഒരു ലൈറ്റ് എവിടെ വേണേലും ഫിക്സ് ചെയ്യാവുന്നതാണ്. വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം എന്നുള്ള ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഈ ഒരു ലൈറ്റിൽ വരുന്നുള്ളൂ. നമുക്കപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇത് 2 LED ഉള്ള മോഡലാണ്. ഇത് കാണുമ്പോൾ ഒരു ഫിലമെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൽ വരുന്നത് മൊത്തം SMD LEDകളാണ്. ഒരു ഫിലമെൻ്റ് പോലെ SMDയിൽ LED വെച്ചേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റാണ്. വാം വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ മുകൾ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സോളാർ പാനൽ കാണാൻ പറ്റും. ഈ ഒരു സോളാർ പാനലിൽ നിന്നാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ആവുന്നത്. ഓണും ഓഫും ചെയ്യാനും അതുപോലെ മോഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇതിന് മുന്നിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു PIR മോഷൻ സെൻസർ കാണാൻ പറ്റും. ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ മോഷൻ സെൻസിങ് ഉണ്ട്. ഇതിന് മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒരു ആളനക്കം ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു PIR സെൻസർ ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ 2 LEDകൾ കൊടുത്തിട്ടുണ്ട്. പിൻവശത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇടാനുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാം. ഈ ഒരു ബാറ്ററി വെച്ചിട്ടാണ് രാത്രി കാലങ്ങളിൽ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന പവർ ഈ ഒരു ബാറ്ററിയിലേക്കാണ് സ്റ്റോർ ആവുന്നത്. ഇത് ഒരു 18650 ലിഥിയം അയൺ ബാറ്ററിയാണ്. നമ്മുടെ പഴയ പവർ ബാങ്കിലൊക്കെ വരുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. കാലപ്പഴക്കം കാരണം ഈ ഒരു ബാറ്ററിക്കായിരിക്കാം കൂടുതൽ വട്ടം ഡാമേജ് വരുന്നത്. അത്തരത്തിൽ ബാറ്ററി വീക്ക് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററിക്ക് ഡാമേജ് വരികയാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയൊരു ബാറ്ററി വാങ്ങിയിട്ട് ഉപയോഗിക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് ഈ ഒരു ലൈറ്റിൽ വരുന്നുണ്ട്. പൊതുവേ നമ്മൾ ഏറ്റവും കൂടുതൽ ഡാമേജായി കാണാറ് ബാറ്ററിയാണ്. ഒന്നെങ്കിൽ ബാറ്ററിയുടെ ബാക്കപ്പ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ബാറ്ററി ഡെഡ് ആയിപ്പോവും. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഓൺലൈനിലൊക്കെ പല ക്വാളിറ്റിയിലുള്ള കുറഞ്ഞ ക്വാളിറ്റിയുടെയും കൂടിയ ക്വാളിറ്റിയുടെ ഒക്കെ ബാറ്ററികൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററിക്ക് 30 രൂപ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ചീപ്പർ ആയിട്ടുണ്ട് ലിഥിയം ബാറ്ററികൾ. അതുകൊണ്ട് തന്നെ ബാറ്ററി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പരിഹരിച്ച് ഈ ഒരു ലൈറ്റ് പിന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊരു ഗുണമാണ്. ഈ ലൈറ്റിൻ്റെ കൂടെ നമുക്കിത് ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള 2 സ്ക്രൂവും അതിൻ്റെ 2 ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബുക്ക്ലെറ്റ്, ഇതിൻ്റെ കൂടുതൽ കുറച്ച് ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ കാണാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി നോർത്ത് പരൂരും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുമാണ്. ആമസോണിൽ ഇപ്പോൾ ഇതിനുള്ള പ്രൈസിനെക്കാട്ടി കുറവ് പ്രൈസിലാണ് നമ്മളിപ്പോൾ ഇത് വിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും നമ്മൾ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.